ഇപ്രാവശ്യത്തെ കാർത്തിക വിളക്കിന് ഞാൻ ഉണ്ടാവില്ല കേട്ടോ. നാട് വരെ ഒന്ന് പോണം. അയ്യോ അതെയോ? ഞാൻ പറഞ്ഞില്ലേ ചേട്ടത്തി സ്കൂൾ തുടങ്ങുന്ന കാര്യം, ഞാനും ചെന്നൈ പറ്റുള്ളൂ എന്നാ പറയുന്നത്. നീ വിഷമിക്കാതെ, ഇനി 3-4 മാസം ഉണ്ടല്ലോ തൃക്കാർത്തികയ്ക്ക്, നമുക്ക് നോക്കാം. ചേച്ചി പോസ്റ്റ്മാൻ കർണിക ചേച്ചിക്ക് ഇന്നും കത്ത് വെച്ചിട്ടുണ്ട്. എന്റെ അമ്മോ എന്താ സാഹിത്യം! ഞാൻ അറിയാതെ ഒന്ന് വായിച്ചു പോയി. ആർദ്ര ചേച്ചി ഒന്ന് വായിച്ചു നോക്ക്. ശിവരഞ്ജിനി. ആ അപ്പൊ ശരി. ഇങ്ങതാ നോക്കട്ടെ. എന്താടി ഇതൊക്കെ? ഇതൊരു നടക്കി പോവില്ല കേട്ടോ. ഇവൻ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. കർണികയുടെയും നന്ദന്റെയും പ്രണയം അങ്ങനെ 4 മാസങ്ങൾ കടന്നുപോയി. മോളെ, എത്ര നേരമായി ഏട്ടൻ താഴത്ത് കാത്തിരിക്കുന്നു? പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക, അമ്പലത്തിൽ പോണ്ടേ? അവനാകെ ദേഷ്യത്തില. നല്ലൊരു ദിവസമായിട്ട് ഏട്ടന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കണ്ട. വാ. അല്ലല്ലേ എന്നെ ഏട്ടൻ എന്നോട് നന്നായിട്ട് സംസാരിച്ചിട്ടുള്ള. അതൊക്കെ പോട്ടെ, മോള് വാ. വാസുട്ടും പോയിക്കോ, ഞാൻ വന്നേക്കാം. വേഗം വാ. അതെ, പ്രേമിക്കുന്നത് ഇവനും പണി മൊത്തം നമുക്കും. നീ ഒന്നും ചിരിക്കണ്ട. പിന്നെ അറിയാലോ നിനക്ക് കാരണേ, തീക്കൊള്ളി കൊണ്ടാവാനെ നീ കളിക്കുന്നേ. അടിക്കുന്നു ഒരു മയവും പ്രതീക്ഷിക്കണ്ട. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ കൂടിയായിരുന്നു കർണികയും നന്ദനും കടന്നുപോയിക്കൊണ്ടിരുന്നത്. നാളെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ്, നമ്മുടെ കർണികയുടെ പിറന്നാൾ. കർണികേ, നീ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? എന്നെയാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ അല്ലാതെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ലെന്ന്. എന്താ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ഞങ്ങളുടെ മനയിൽ വരാനുള്ള ആഗ്രഹമല്ലേ, അത് മാത്രം നടക്കില്ല. എനിക്ക് പേടിയാ. ഓ, ഞങ്ങളെപ്പോലുള്ള പാവങ്ങളൊന്നും അങ്ങോട്ട് കയറാൻ പാടില്ലായിരിക്കും അല്ലേ? ആ, അത് വിട്. തനന്നെഴുന്നേക്ക്. അത് വിടടോ, തനന്നെഴുന്നേക്ക്. എന്തിനാ? ഗിഫ്റ്റ് വേണ്ടേ? കണ്ണടച്ച കയ്യിൽ നീട്ടിയേ. എന്താ ഇത്? താനൊന്ന് തുറന്നു നോക്കി. നിനക്കിത് എവിടുന്ന് കിട്ടി? നീ കുഞ്ഞുനാൾ മുതൽ ആഗ്രഹിച്ചതല്ലേ? അതെ, പക്ഷെ എവിടുന്ന് കിട്ടിയെന്ന് പറ. നീ അല്ലേ എന്നോട് പറഞ്ഞത്? ഞാനോ? ആ, ദേ, നീ തന്ന ബുക്കിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ദിവസം വല്യമുത്തശ്ശൻ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ആ വിഗ്രഹം മരച്ചുവട്ടിൽ നിന്നും നഷ്ടപ്പെട്ടു. ചേച്ചി വാ പോവാ. ഇതെവിടുന്ന് കിട്ടിയെന്ന് നീ എന്നോട് പറയണം. ഞാൻ നിന്നെ മനയിലേക്ക് കൊണ്ടുപോട്ടെ? ശരിക്കും? എപ്പോ? ചേച്ചി ആരോ വരുന്നുണ്ട്, പോവാ. ശിവ, ഇത് കയ്യിൽ വെക്കോ, ഡാൻസ് ക്ലാസ്സിന് വരുമ്പോ വാങ്ങാം. നീ എന്താ ഇവിടെ? ഞാൻ ശിവയുടെ കൂടെ വന്നതാ. കേറ്.
എല്ലാ സന്തോഷങ്ങൾക്കും ഒരു അവസാനം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പ്രണയത്തിൻ്റെ കാര്യത്തിൽ. കർണികയ്ക്ക് സംഭവിച്ചതും മറ്റൊന്നായിരുന്നില്ല. അവളുടെ ജീവിതത്തിൽ അവൾ അവസാനമായി സന്തോഷിച്ച, ഒരുപക്ഷെ അവസാനമായി പുഞ്ചിരിച്ച നാളായിരുന്നു അന്ന്. പൂവരശി മനയിൽ തൃക്കാർത്തിക നാളിലെ ആ രാത്രി. ഇതൊക്കെ കാണുമ്പോ ഇപ്പൊ തോന്നോ ഞാൻ നിനക്ക് അന്ന് ഗിഫ്റ്റ് തീരെ കുറഞ്ഞു പോയല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ. നീ എനിക്കെന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതെന്റെ ജീവിതത്തിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അല്ലടോ, നിന്റെ അടുത്ത പിറന്നാളിന് ഇതിനേക്കാളും നല്ലൊരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് വാങ്ങിത്തരും. ശരി, എന്ത് ഗിഫ്റ്റാ എനിക്ക് വാങ്ങിച്ചു തരാൻ പോകുന്നേ? അത് പിന്നെ പൂവരശി മനയിലെ തമ്പ്രാട്ടിക്കുട്ടിക്ക് സ്വർണ്ണനൂലിൽ കൊടുത്തൊരു മരതകമാല പണിയിക്കിഞ്ഞ്, എന്നിട്ട് ഇതുപോലൊരു പിറന്നാൾ ദിവസം നിന്റെ ഈ കഴുത്തിൽ ചാർത്തിഞ്ഞ് ഇതിലും വിലപിടിപ്പുള്ളൊരു മാല. ഏത്? ഇതിനേക്കാ വിലയുള്ള മാലയോ? നല്ല തമാശ. എന്റെ പൊന്നു നന്ദ, നീ ഈ ആയുസ് മുഴുവൻ ശ്രമിച്ചാലും ഇതിനകത്തുള്ള ഒരു കല്ല് പോലും നിനക്ക് വാങ്ങാൻ കഴിയില്ല. ഇതിന്റെ വില എന്താന്നാ നീ വിചാരിച്ചിരിക്കുന്നേ? പിന്നെ എന്ത് വില കൂടിപ്പോയ ഒരു 19,000 രൂപ. 50,000 രൂപയോ? പിന്നല്ലാതെ ഇതൊരു സാധാരണ കല്ലുമാലയല്ലേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? പിന്നെ നീ പറയുന്ന ബെഡായല്ല ഞാൻ വിശ്വസിക്കണമെന്നാണോ? ഞാൻ പറഞ്ഞത് സത്യാണ്. ഒന്ന് പോടി അവിടുന്ന്, ഞാൻ വിശ്വസിക്കില്ല. ഇങ്ങ് വാ. കേറ്. എങ്ങോട്ട് കയറാൻ? ഈ അലമാരയിലേക്കോ? നിനക്ക് എന്താടി, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്റെ അമ്മേ, ഇതെന്താ ഇങ്ങനൊരു വാതില്? വാ, കാണിച്ചു തരാം. വാ. ഡേ, നീ എങ്ങോട്ട് എന്നെ കൊണ്ടുവന്നേ? പേടിക്കണ്ട, എന്തായാലും നിന്നെ കൊല്ലാനല്ല. ആ അതുപോലെ ആ നാഗശില്പം എനിക്ക് കിട്ടിയ സ്ഥലം ഞാൻ പറഞ്ഞിട്ട് നീ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ. നിനക്ക് ആ പുള്ളി അറിയോ? ഏയ്, എനിക്കറിയില്ല. വെറുതെ എല്ലാ ആളുകൾ പറയുന്നേ ഈ പൂവരശി മന ഒരു നിഗൂഢ മനയാണെന്ന്. ഈ മര കണ്ടിട്ട് നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കിള്ളിക്കുറിശി മര കണ്ട നീ എന്ത് പറയും? ഡേയ്, ആ നാഗശില്പം എന്ത്? ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഒന്നും മിണ്ടാതെ വേണം എന്റെ കൂടെ നടക്കാൻ.